നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 3-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 18-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതുപോലെ തിങ്കളാഴ്ചയുമാണ്. ആഴ്ച ഫലമായിട്ട് വരുമ്പോൾ നല്ല ആഴ്ചയാണ്. അതുപോലെ തിഥി വരുമ്പോൾ പഞ്ചമിയാണ്. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ശുഭ ദിനമാണ്. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണ്. ഇന്നത്തെ ദിവസം ഒരു ആഴ്ചാരംഭ കാലഘട്ടമാണ്. ആഴ്ചയുടെ ആരംഭമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് മോശമായ എൻഡിങ് മോശമാവും. അതുകൊണ്ട് നമ്മൾ വളരെ നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾ ചെയ്യാനും ഇറങ്ങിക്കൊള്ളുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് 7 ശനിയൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദിവസം പ്രകാരം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ചില ശുഭകാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. എന്നാലും ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, അതേപോലെ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, അവർക്ക് അനുകൂലപ്രദമായ സമയമാണ് വിദേശവാസത്തിനും വിദേശയാത്രയ്ക്കും. അതുപോലെ തന്നെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പീരീഡാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു വർഷം. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവർ മാറി നിൽക്കല്ലേ. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ അത്തരം കാര്യങ്ങൾക്ക് കൂടുതലായി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി സമയം കളയാതെ ഇറങ്ങിക്കൊള്ളുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം വരുന്നത് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാനത് പ്രത്യേകം പറഞ്ഞെന്ന് വെച്ചാൽ കലണ്ടർ നോക്കിയിട്ട് പലരും രാഹുകാലം വളരെ പ്രാധാന്യമാണ് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ. നല്ല ദിവസവും നല്ല മുഹൂർത്തം എന്ന് പറയണതിലല്ല, രാഹുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും. 7:51 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 9:24 വരെ രാഹുകാല സമയമുണ്ട്. 7 തൊട്ട് 9 മണി വരെ 7:51 ആരംഭിക്കും. 9:24 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ രാഹുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുക. അതുപോലെ ഇന്നും ഗുളികനും യമകണ്ഠനും നിൽക്കുന്ന സമയം ശ്രദ്ധിക്കണം. രണ്ടും നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. ഗുളികൻ്റെ കാലസമയം വരുന്നത് 2:04 തൊട്ട് 3:37 വരെയും, യമകണ്ഠ കാലസമയം 10:58 തൊട്ട് 12:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ സമയം, അഭിജിത്ത് സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. മറ്റേ എടുക്കരുതെന്ന് പറഞ്ഞു, ഇതിന് ഏറ്റവും എടുക്കാം എന്ന് പറയുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. ആ സമയം നമ്മൾ വിനിയോഗിക്കുക. 12:07 തൊട്ട് 12:55 വരെ 48 നേരമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചോളുക. വെള്ള കളറോ താമര പൂവിൻ്റെ അല്ലെങ്കിൽ വെള്ള താമര എന്ന് പറയുമ്പോൾ രണ്ട് വെള്ള താമരയുടെ കളറിലോ പേളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോണത് ചന്ദ്രൻ്റെ പവർ നമ്മളിലേക്ക് ആകർഷിക്കാനും നമുക്ക് ഐശ്വര്യം, കൂടുതൽ സമാധാനവും സന്തോഷവും എല്ലായിടത്തും ഷൈൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.